അപ്പോൾ രണ്ടുപേരും രാഷ്ട്രീയ രംഗത്തു നിന്നുള്ളവർ കൂടിയാണ്. അപ്പോൾ വീണ, ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത് മറ്റേതൊരു ഫീൽഡ് പോലെയും അല്ല, രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അത് അപാരമായ ഒരു മനക്കെട്ടിയും ഒക്കെ വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തിപരമായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉയർന്നു വരുന്നത് പ്രത്യേകിച്ച് ഒരു ഡിസിഷൻ മേക്കിംഗ് ലെവൽ. കാരണം നമ്മൾ ഒരുപാട് പുരുഷന്മാരുടെ കൂടെ ഒരു വളരെ കാലമായി അവരടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയിലേക്കാണ് കടന്നു വരുന്നത്. പലപ്പോഴും ആക്സെപ്റ്റൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനൊരു പ്രശ്നം ഉണ്ടാവും. നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് എത്തിയാൽ നമ്മൾ അനുസരിക്കാനുള്ള ഒരു പ്രശ്നങ്ങളുണ്ടാവും, സ്വാഭാവികമാണത്. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെയാണ് പാർട്ടികൾക്കകത്ത് നിന്നുകൊണ്ട് അഭിമുഖീകരിക്കുന്നത്? ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മുടെ ഒരു ടോപ്പ് ലെയർ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ അവർക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ അടക്കം ഉറപ്പുവരുത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും, അല്ലെങ്കിൽ അവർ കുറേ കൂടി ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ്, ഇപ്പം സ്റ്റാർട്ടിങ് ഫ്രം ഇപ്പം രാഹുൽ ഗാന്ധി തുടങ്ങി ഉള്ള നേതാക്കന്മാരെല്ലാവരും അതിനു വേണ്ടി പിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ഇപ്പം ചിന്ത പറഞ്ഞതുപോലെ എന്ത് പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിലും അതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ ചില ലാഞ്ചനകളില്ലാതെ ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ വളരെ ആശാവഹമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിനെ നയിക്കുന്ന ലീഡർഷിപ്പിന്, ഇപ്പം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെ പ്രസ്ഥാനത്തിലെ ലീഡർഷിപ്പിന് കൃത്യമായിട്ട് ആ കാര്യങ്ങളിൽ വലിയൊരു വിഷൻ ഉണ്ട്. പക്ഷേ താഴെ തട്ടിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഒരു പെട്രിയാർക്കൽ വ്യവസ്ഥിതിയിലാണല്ലോ നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പെട്ടെന്ന് അതിനെ ഉൾക്കൊള്ളാനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. പക്ഷെ അത് തീർച്ചയായിട്ടും മാറി വരുന്നുണ്ട്, മാറ്റം വരുന്നുണ്ട്. ഇതിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ LSG എലക്ഷൻ സമയത്ത് ഇപ്പോൾ നമുക്കറിയാം 50% റിസർവേഷൻ സ്ത്രീകൾക്ക് ലോക്കൽ ബോഡി ഇലക്ഷന് കേരളത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 50% എന്നുള്ള ഒരു ഘട്ടം എത്തുമ്പോൾ അത് 53-54% പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്, നമ്മളെപ്പോഴും ഒരു ജസ്റ്റിസ് എൻഷുർ ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ ഇക്വിറ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞൊരു ജെൻഡർ ബയസിലേക്ക്, പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ് തീർച്ചയായിട്ടും നമുക്ക് ഉള്ളതും ആവശ്യമായിട്ടുള്ളതും. പക്ഷെ ആ ഒരു പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ഒരു പരിധി കഴിഞ്ഞ് മറ്റൊരു ജെൻഡറിലേക്ക് ഒരു അൺജസ്റ്റായി പോകരുത് എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ. കാരണം നമുക്ക് രണ്ടുപേരും വേണമല്ലോ, അല്ലേ? നമുക്ക് സ്ത്രീകളും വേണം, പുരുഷന്മാരും വേണം, രണ്ടുപേരും പരസ്പരം കോംപ്ലിമെന്റ് ചെയ്ത് പോവുകയും വേണം. അതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ തീർച്ചയായിട്ടും ഇനി ഒരു ഹയർ ലെവൽ ലെജിസ്ലേറ്റീവ് ബോഡീസിലേക്ക്, നമ്മുടെ അസംബ്ലികളിലേക്ക് അല്ലെങ്കിൽ ലോക്സഭയിലേക്ക്, രാജ്യസഭയിലേക്ക് കണക്കുകൾ പരിശോധിച്ചാൽ അറിയാം, കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ 50%, ഏകദേശം 52% വനിതാ വോട്ടർമാരുള്ള ഒരു സംസ്ഥാനത്തിൽ ഇപ്പോഴും അപ്രോക്സിമേറ്റ്ലി 8% പേര് മാത്രമാണ് വനിതകളുടെ റെപ്രസെൻറ്റേഷൻ. 140 MLA-മാരിൽ വെറും 8% പേര് മാത്രമാണ് നമ്മുടെ വനിതകൾ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ പാർലമെന്റിലേക്ക് നിങ്ങൾ നോക്കിയാലും അപ്രോക്സിമേറ്റ്ലി ഒരു 14% മാത്രമേ വരുന്നുള്ളൂ, 2 ഹൗസസ് കൂടി നമ്മൾ എടുത്ത് നോക്കിയാൽ പോലും. അപ്പോൾ എന്താ പറയുക, നമ്മൾ ആ ഒരു വിമൻ റെപ്രസെൻറ്റേഷൻ വളരെ കുറവാണ്. അതിലെനിക്ക് നമ്മളെയൊക്കെ കേൾക്കുന്ന സ്ത്രീകളോട് പറയാനുള്ളത്, ഇപ്പോൾ പലപ്പോഴും വനിതകളെ ഇലക്ഷന് കണ്ടസ്റ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ എത്ര വനിതകൾ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് നമുക്കൊരു സംശയമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു ജെൻഡറിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ പറഞ്ഞ 52% സ്ത്രീകൾ വലിയൊരു ഡിസിസീവ് ഫോഴ്സാണ് നമ്മുടെ രാജ്യത്തായാലും സ്റ്റേറ്റിലായാലും. ആര് ഭരിക്കണം, ഏത് പാർട്ടിയാണ് രാജ്യം ഭരിക്കേണ്ടത് അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു ഡിസിസീവ് ഫോഴ്സാണ് സ്ത്രീകൾ. പക്ഷെ ഇപ്പോഴും ആ സ്ത്രീകളുടെ ഇടയിൽ പോലും ഒരു വോട്ടിങ്ങിലേക്ക് ചെല്ലുമ്പോൾ പലപ്പോഴും ഒരു റിലക്റ്റൻസ് ഇൻ ഓപ്റ്റിംഗ് വിമൻ എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് വളരെ ആശങ്ക തോന്നിയിട്ടുണ്ട്, പ്രയാസം തോന്നിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു സംവിധാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ 140-8% എന്നുള്ളത് നാളുകളിൽ, പിന്നെ ഇനിയിപ്പോൾ ഒരു ലെജിസ്ലേറ്റീവ് റിഫോംസ് ഒക്കെ വരുന്നത് കൊണ്ടും ഒരു വനിതാ റിസർവേഷനൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതൽ റെപ്രസെൻറ്റേഷൻ വരും തന്നെ ഉള്ളതാണ് ഒരു
അതിലാണ് കൂടുതൽ പ്രതീക്ഷ. യെസ് വീണ, അങ്ങനെയാണെങ്കിൽ ചിന്ത, അപ്പോൾ വീണ പറഞ്ഞതിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത് പലപ്പോഴും സ്ത്രീകൾക്ക് അത് സംവരണമൊക്കെ ഉണ്ട്, അതിനപ്പുറത്തേക്ക് തന്നെ ഒരു വിമൻ എംപവർമെന്റ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും അത് മറ്റ് സ്ത്രീകൾ കൂടെ ഒരു സപ്പോർട്ടീവായിട്ട് ഈ മറ്റൊരു സ്ത്രീയെ പിന്തുണയ്ക്കുക, അവരുടെ ഒരു ഉന്നമനത്തിനായിട്ട് നിലകൊള്ളുക എന്ന് പറയുന്നത് അത്രത്തോളം പോസിബിൾ ആവുന്നില്ല എന്നൊരു ചെറിയ പരാതി കൂടിയുണ്ട്.